نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكفى بالله شهيدا أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم إنما يخشى الله من عباده العلماء സ്നേഹനിയായ മുസ്ലിം സഹോദരന്മാരെ സഹോദരികളെ, പടച്ചറപ്പിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പാലിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നവരായി ആകണമേ എന്ന് ആദ്യമായി എന്നോടും രണ്ടാമതായി എല്ലാ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഗൗരവപൂർവ്വം വസിയ്യത്ത് നൽകുകയും. റഹ്മാനായ തമ്പുരാൻ അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ സഹോദരികളെ, മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ഒരു വിപ്ലവം, ആ വിപ്ലവത്തിന് തുടക്കം കുറിച്ചുകൊണ്ടാണ് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഹിറാ ഗുഹയിൽ വെച്ച് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ലോകത്തുള്ള മനുഷ്യരോട് മുഴുവൻ അല്ലാഹു കൽപ്പിച്ച ഒന്നാമത്തെ കാര്യം അത് ഇഖ്റ എന്നതായി, വായിക്കുക എന്നതാണ്. ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത്. ആ വായന എന്നത് കേവലം ഒരു വായനയല്ല, മറിച്ച് പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ തിരിച്ചറിയാനുള്ള വായന ആയിരുന്നു അത്. വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് ഇങ്ങനെ: ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. എല്ലാം പെട്ടു അതിൽ. ഇഖ്റ, നീ വായിക്കണം. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, നിന്നെ സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ, നിന്നെ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്നവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ നീ വായന ആരംഭിക്കണം. ഖലഖൽ ഇൻസാന മിൻ അലഖ്, തീർച്ചയായും മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. ഇഖ്റ വറബ്ബുക്കൽ അക്രം, അതുപോലെ തന്നെ നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് നിന്നെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നിനക്ക് വായുവും വെള്ളവും ജീവിക്കാൻ ആവശ്യമായ എല്ലാ സുഖ സൗകര്യങ്ങളും ഈ ഭൂമിയിൽ നൽകിയിട്ടുള്ള ആ രക്ഷിതാവ് അവൻ അത്യുദാരനായിരിക്കുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം, പേന കൊണ്ട് പഠിപ്പിച്ചവനായ നിന്റെ രക്ഷിതാവ്. അല്ലമൽ ഇൻസാന മാ ലം യഅലം, മനുഷ്യന് അറിയാത്തത്
അവൻ പഠിപ്പിച്ചിരിക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരികളെ, നോക്കൂ നിങ്ങൾ. ഇവിടെ കേവലം ഒരു അക്ഷരങ്ങൾ കുട്ടി വായിക്കുകയല്ല. 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും ഒക്കെ അല്ലെങ്കിൽ KG തലങ്ങളിലൊക്കെ നമ്മൾ പഠിക്കുന്ന നമ്മുടെ മക്കൾ പഠിക്കുന്ന അക്ഷരങ്ങൾ ഇങ്ങനെ കുട്ടി വായിക്കാനല്ല പടച്ചറബ് മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്. മറിച്ച് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരുന്നത് നാം ജീവിക്കുന്ന, നമ്മൾ വിരാജിക്കുന്ന ഈ ഒരു പ്രപഞ്ചത്തെ കുറിച്ച്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ കുറിച്ച് ആഴത്തിൽ നിരീക്ഷിക്കുവാനും ആ വായനയിലൂടെ, ആ ഖിറാഅത്തിലൂടെ പ്രപഞ്ചത്തിന്റെ പിന്നിലെ മഹാശക്തിയെ, പ്രപഞ്ചത്തിന് പിന്നിലുള്ള, പ്രപഞ്ചം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന, മഴയെയും വെയിലിനെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ആ റബ്ബിനെ കണ്ടെത്താനാണ് അല്ലാഹു തആല പ്രിയപ്പെട്ടവരെ നമ്മളോട് പറയുന്നത്, പടച്ചറബ് പറയുന്നത്, ഇസ്ലാം ആവശ്യപ്പെടുന്നത് എന്ന്. നോക്കൂ, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രപഞ്ചമുണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ഭൂമി ഉണ്ടല്ലോ, അത് ഒരു തുറന്നു വെച്ച ഒരു പുസ്തകമാണ്. അല്ലാഹുവിനെ കണ്ടെത്തുവാൻ എവിടെ നോക്കിയാലും, ഏതൊരു മേഖലയിലേക്ക് നമ്മൾ കണ്ണോടിച്ചാലും അതിലൊക്കെ ഒരു സൃഷ്ടാവിന്റെ വൈവിധ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും, നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, വായന എന്നത് 2 തരത്തിലാണുള്ളത്. 2 തരത്തിലാണ് വായനയുള്ളത്. ഒന്ന് അക്ഷരങ്ങളുടെ ഖിറാഅത്താണ്, ഒന്ന് അക്ഷരങ്ങളുടെ വായനയാണ്. അതായത് ഖുർആൻ പാരായണം, മറ്റു വിജ്ഞാനങ്ങളും നമ്മൾ വായിച്ചെടുക്കുന്ന അക്ഷരങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് നമ്മൾ നെയ്തെടുക്കുന്ന നമ്മുടെ അറിവുകൾ, നമ്മുടെ വായനകൾ. രണ്ടാമത്തെ വായന എന്നത് അത് പ്രപഞ്ചത്തിന്റെ, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ലോകത്തെ കണ്ടുകൊണ്ട് വായിക്കുക എന്നതാണ്. നോക്കൂ, ഈ അല്ലാഹുവിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വിശാലമായ പ്രപഞ്ചത്തിൽ അവന് മനുഷ്യന് വേണ്ടി തുറന്നു വെച്ച ഒരു വലിയ പുസ്തകമാണ് ഈ ഒരു പ്രപഞ്ചം എന്നത്. ആ പ്രപഞ്ചത്തിലുള്ളതാണ് ആകാശഭൂമികൾ, അല്ലെ? 7 ആകാശങ്ങൾ, അതുപോലെ തന്നെ ഭൂമി, മാറി പറയുന്ന രാപ്പകലുകൾ, അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ പെയ്യുന്ന മഴയും ഒഴുകുന്ന നദികളും മനുഷ്യന്റെ ശരീരത്തിലെ അത്ഭുതങ്ങളും, ഇവയെല്ലാം ഒരു സൃഷ്ടാവിലേക്ക്, ഏകനായ സൃഷ്ടാവിലേക്ക് വിരൽ ചൂണ്ടുന്ന ഓരോ അക്ഷരങ്ങളാണ്. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമ്മോട് ചോദിക്കുകയാണ്, അഫലം യൻദുറു ഇലസ് സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ് അഫലം യൻദുറു. നിങ്ങൾ നോക്കി കാണുന്നില്ലേ? നിങ്ങൾ കണ്ടറിയുന്നില്ലേ? നിങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നില്ലേ? അഫലം യൻദുറു ഇലസ് സമാഇ ഫൗഖഹും, അവർക്ക് മുകളിലുള്ള ആകാശത്തേക്ക് അവർ നോക്കിയില്ലേ? കൈഫ ബനൈനാഹാ, എങ്ങനെയാണ്, അപ്രകാരമാണ് നാം അതിനെ നിർമ്മിച്ചിരിക്കുന്നത് എന്ന്. ബനാ യബ്നി എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക, ഉണ്ടാക്കുക എന്നൊക്കെയാണ് അർത്ഥം. നോക്കൂ നിങ്ങൾ, എപ്രകാരമാണ് നമുക്ക് മുകളിലുള്ള ഈ ഒരു ആകാശത്തെ പടച്ചറബ് സംവിധാനിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കാണുന്നില്ലേ? വസയ്യനാഹാ, നാം അതിനെ അലങ്കരിക്കുകയും ചെയ്തിട്ടുള്ളത് എന്ന്, അല്ലേ? രാത്രിയിൽ ആകാശത്തേക്ക് നോക്കിയാൽ മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. പുഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്ന ചന്ദ്രനെ പ്രിയപ്പെട്ടവരെ, സഹോദരന്മാരെ, സഹോദരികളെ, നമുക്ക് കാണുവാൻ സാധിക്കും, നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. പലതരത്തിലുള്ള നക്ഷത്രങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരന്മാരെ, സഹോദരികളെ, ഇവിടെയൊക്കെ പടച്ചറബിന്റെ സൃഷ്ടി വൈവിധ്യത്തെ നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. അതിലൂടെ ആ ഒരു രക്ഷിതാവിനെ കണ്ടെത്തണം എന്നതാണ്. അതാണ് പ്രപഞ്ചത്തിലുള്ള വായന എന്നത്. വമാ ലഹാ മിൻ ഫുറൂജ്, ആ ആകാശത്തിന് ഒരു വിള്ളലുകളും നമ്മൾ കാണുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീട്, ആ വീടിന് വാർപ്പുകളൊക്കെ നമ്മൾ ചെയ്തു. കുറച്ചു കഴിഞ്ഞ ചിലപ്പോൾ വിള്ളൽ കാണുന്നു, ചോർച്ചകൾ വരുന്നു. പക്ഷേ നോക്കൂ നിങ്ങൾ, ആകാശത്തെ പടച്ചറബ് സംവിധാനിച്ചു, അതിനെ അലങ്കരിച്ചു, അതിനെ നിർമ്മിച്ചു. പക്ഷേ അതിൽ ഒരു വിള്ളലുകളോ ഒരു കേടുപാടുകളോ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല, നമുക്ക് കാണുവാൻ കഴിയുകയില്ല. നോക്കൂ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ഒരു ലോകമുണ്ടല്ലോ, അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ AI സാങ്കേതിക വിദ്യയുടെ ലോകമാണ്.
ക്ലാസുകളിലൊന്നും ടീച്ചേഴ്സിന് ആവശ്യമില്ല, പ്രസംഗ പീഠങ്ങളിൽ പ്രാസംഗികരെ ആവശ്യമില്ല, എഴുതുവാൻ ഒരാളെയും ആവശ്യമില്ല, ഒരു നോട്ടുണ്ടാക്കണോ ഒരാളുടെയും ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ നൽകിയാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ലഭിക്കുന്ന തരത്തിൽ പ്രിയപ്പെട്ടവരെ ഇവിടെ നമ്മുടെ ലോകം വികസിച്ചു എന്നതാണ്. നമുക്കൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണോ, ഒരു വീഡിയോ ഉണ്ടാക്കണോ, നമ്മുടെ ആവശ്യങ്ങൾ അങ്ങോട്ട് കൊടുത്താൽ ഒരു വീഡിയോ തരത്തിൽ ഇങ്ങോട്ട് വരുന്നു. ഒരു പോസ്റ്റർ ഉണ്ടാക്കണോ, വളരെ ഭംഗിയുള്ള പോസ്റ്ററുകൾ ഇങ്ങോട്ട് വരുന്നു. നോക്കൂ നിങ്ങൾ, ഔട്ട്പുട്ടായിട്ട് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞു വന്നത് ഈ ഒരു AI സാങ്കേതിക വിദ്യയും അതുപോലെ തന്നെ ബഹിരാകാശ ഗവേഷണങ്ങളും മെഡിക്കൽ സയൻസും അത്യപൂർവമായിട്ടുള്ള ഒരു വളർച്ച കൈവരിച്ച കാലഘട്ടത്താണ് സഹോദരന്മാരെ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ ഇന്ന് ചൊവ്വയിലേക്കും അതുപോലെ തന്നെ ചന്ദ്രനിലേക്കും പേടകങ്ങൾ അയക്കുകയാണ്. ജീവന്റെ ഏറ്റവും ചെറിയ കണികയായ DNA കുറിച്ച് മനുഷ്യർ പഠിക്കുന്നു. അതിനെക്കുറിച്ച് പഠനങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആധുനിക ശാസ്ത്രത്തിൽ, മോഡേൺ സയൻസിൽ കണ്ടുപിടുത്തങ്ങൾ യഥാർത്ഥത്തിൽ എങ്ങോട്ടാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത് എന്നുള്ള ആലോചനയാണ് വിശ്വാസികൾ നടത്തേണ്ടത്. ഒരു യഥാർത്ഥ ബുദ്ധിമാനായിട്ടുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യന്റെ ശാസ്ത്രത്തിന്റെ വായനയുടെ എത്തിച്ചേരാൻ കഴിയുന്നത് അത് പ്രപഞ്ചത്തിന്റെ നാഥനായിട്ടുള്ള സൃഷ്ടാവിലേക്കാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, ദശലക്ഷക്കണക്കിന് പ്രകാശവർഷങ്ങളകലെയുള്ള ഗാലക്സികളുടെ മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ കാണുന്ന സമയത്ത്, പ്രപഞ്ചത്തിന്റെ ഓരോ സൃഷ്ടി വൈവിധ്യങ്ങൾ നമ്മൾ കാണുന്ന സമയത്ത് വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാവിൻ തുമ്പത്ത് വരേണ്ടതെന്താ? ഹോ അത്ഭുതമായിരിക്കുന്നു എന്നതല്ല, മറിച്ച് സുബ്ഹാനല്ലാഹ്, പടച്ചോനെ ഇതൊക്കെ സംവിധാനിച്ചിട്ടുള്ള ഈ പ്രപഞ്ചത്തെ, ഈ ആകാശത്തെ, ചന്ദ്രനെ, നക്ഷത്രങ്ങളെ, സൂര്യനെ, ഈ ഭൂമിയെ, മരങ്ങളെ, മലകളെ, നദികളെ, കടലുകളെ, ഇതിനെയൊക്കെ സംവിധാനിച്ചിട്ടുള്ള നാഥ, നീ എത്ര പരിശുദ്ധനാണ് എന്നുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നോട്ട് വരേണ്ടത്. കാരണം എന്താണെന്നറിയോ? നമ്മള് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ഭൂമി ഉണ്ടല്ലോ, സൂര്യനിൽ നിന്ന് ഒരൽപ്പം മുന്നോട്ടോ അല്ലെങ്കിൽ ഒരൽപ്പം പിന്നോട്ടോ മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതം ഇവിടെ സാധ്യമാവുകയില്ല. നമ്മുടെ ജീവന് അത് അപകടമാണ് എന്ന് ശാസ്ത്ര സത്യം നമ്മളെ അറിയിക്കുകയാണ് ആളുകൾ. അതുപോലെ തന്നെ നമ്മൾ ശ്വസിക്കുന്ന വായുവിലെ നമ്മുടെ ഓക്സിജന്റെ അളവ് കൃത്യമായി നിശ്ചയിച്ചു വെച്ചിരിക്കുന്നുണ്ട്. അതിൽ ഒരൽപ്പം കൂടിയാൽ അത് പ്രശ്നമാണ്, അതൊരൽപ്പം കുറഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇതിനെ കൃത്യമായി സംവിധാനിച്ചു വെച്ചിട്ടുള്ളത് ആരാണ് പ്രിയപ്പെട്ടവരെ? നോക്കൂ, ഈ ഒരു സമകാലിക ശാസ്ത്ര യാഥാർത്ഥ്യങ്ങള് നമ്മുടെ ആയത്തിൽ വായിക്കുമ്പോൾ മനുഷ്യൻ എന്നത് അഹങ്കാരത്തിന്റെയും അതിന്റെ ഇരുട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രകാശത്തിലേക്ക് പ്രിയപ്പെട്ടവരെ നടന്ന് കയറി ചെല്ലാൻ അവനെ കൊണ്ട് സാധിക്കും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, തഅല്ലമു അൽ ഇൽമ ഫഇന്ന തഅല്ലുമുഹു ലില്ലാഹി ഖശ്യത്തുൻ വതലബുഹു ഇബാദത്തുൻ വമുദാകിറതുഹു തസ്ബീഹുൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഅല്ലമു അൽ ഇൽമ, നിങ്ങൾ വിജ്ഞാനം നിങ്ങൾ നേടുക, അറിവ് നിങ്ങൾ നേടുക. കാരണം അള്ളാഹുവിന് വേണ്ടിയുള്ള ആ വിജ്ഞാനം നേടുക എന്നത് അത് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാക്കും. അതായത് ആ മനുഷ്യന് തഖ്വ നൽകുമെന്നാണ്. വീണ്ടും പറയുന്നത്, ആ അറിവിനായുള്ള അന്വേഷണം അത് ആരാധനയിൽ ഉൾപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു. ആ വിജ്ഞാനത്തെ കുറിച്ച്, നല്ല വിജ്ഞാനത്തെ കുറിച്ചുള്ള ചർച്ചകൾ സഹോദരന്മാരെ, സഹോദരികളെ, അത് തസ്ബീഹാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്നാലോ ഇന്ന് വലിയൊരു അപജയം എന്താണെന്ന് വെച്ചാൽ, പ്രിയപ്പെട്ടവരെ, അറിവ് വർദ്ധിക്കും തോറും, അറിവ് മനുഷ്യനെ കൂടുന്തോറും അവൻ ആ സൃഷ്ടാവിനെ മറന്നുകൊണ്ട് അള്ളാഹുവിനെ തിരസ്കരിച്ചുകൊണ്ട് അഹങ്കരിച്ച് നടക്കുന്ന ഒരു നിജസ്ഥിതിയിലേക്ക് മനുഷ്യൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. സാങ്കേതിക വിദ്യയിൽ അഹങ്കരിക്കുന്ന, താനാണ് സർവശക്തനെന്ന് ചിന്തിക്കുന്ന ആളുകള് ഇന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, എപ്പോഴാണ് മനുഷ്യൻ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്നത്?
നാദിലേക്ക് കൈകളെത്തുന്നപ്പോൾ മാത്രമാണ് ഒരു കാലാവസ്ഥാ വ്യതിയാനം അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു മഹാമാരി വരുമ്പോ, അത് പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോ മാത്രം പ്രിയപ്പെട്ടവരെ മനുഷ്യൻ അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാ. നോക്കൂ, യഥാർത്ഥത്തിൽ ഒരു അറിവുള്ള മനുഷ്യനെ കുറിച്ച് ആരാണ് പടച്ചറബിനെ ഭയപ്പെടുക എന്നത് പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിന്റെ 28-ാമത്തെ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി ഉലമാ. തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുന്നത്, പടച്ചറബിനെ ഭയപ്പെടുന്നത് ആരാണ്? അത് അറിവുള്ള വിജ്ഞാനമുള്ള ആളുകൾ അള്ളാഹുവിനെ ഭയപ്പെടും എന്ന സൂറത്തുൽ ഫാത്തിറിന്റെ വചനത്തോടെ പ്രിയപ്പെട്ടവരെ നമുക്ക് പടച്ചറബ് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കളെ കേവലം ഒരു ഭൗതികമായ മാർക്കുകൾ വായിക്കുവാൻ വേണ്ടി മാത്രമാകരുത് നമ്മുടെ മക്കൾക്കുള്ള വിജ്ഞാനം നമ്മൾ പഠിപ്പിക്കേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത്. ഭൗതിക ശാസ്ത്രവും അതുപോലെ തന്നെ ജീവശാസ്ത്രവും മാത്സും എല്ലാം പഠിക്കുമ്പോൾ അതിലൂടെ പ്രപഞ്ചനാഥന്റെ അത്ഭുതകരമായ സംവിധാനങ്ങളെ തൊട്ടറിയാൻ, അവന്റെ സൃഷ്ടി വൈവിധ്യത്തെ കുറിച്ച് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കൾക്ക് സാധിക്കണം. അതിനുള്ള ധാർമ്മിക വിജ്ഞാനം കൂടി പ്രിയപ്പെട്ടവരെ നമ്മൾ അവർക്ക് നൽകേണ്ടതുണ്ട്. മൊബൈൽ സ്ക്രീനുകളെ വ്യർത്ഥമായ വായനകളിൽ നിന്ന് മാറി അറിവിന്റെയും ചിന്തയുടെയും ലോകത്തേക്ക് പ്രിയപ്പെട്ടവരെ നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ കൈപിടിച്ചാനയിക്കേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്ന, സൃഷ്ടാവിനെ ഓർക്കുന്ന ഒരു തലമുറ പ്രിയപ്പെട്ടവരെ വളർന്നു വരും. പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി الذي كفى والصلاة والسلام على رسول المصطفى وعلى آله وصحبه الشرفاء ومن تبعهم بإحسان إلى يوم الدين. أما بعد. സ്നേഹനിയായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, പടച്ചറപ്പിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമേ എന്ന് ഒരിക്കൽ കൂടി സ്വന്തത്തോടെ നമ്മൾ ഉണർത്തുകയാണ്. പറഞ്ഞു വന്നത്, വായന എന്നത് അല്ലാഹു തആല ആദ്യമായി മനുഷ്യരാശിയോട് പറഞ്ഞിട്ടുള്ള ഒരു കൽപ്പനയാണ്. ആ വായനയിലൂടെ പടച്ച റബ്ബിനെ കണ്ടെത്തുവാൻ, തന്നെ സൃഷ്ടിച്ച റബ്ബിനെ കണ്ടെത്തുവാൻ, അവനിലേക്ക് എത്താനുള്ള മികച്ച ഒരു രീതിയാണ് പടച്ച റബ്ബ് നമ്മോട് പറഞ്ഞത്. അത് അക്ഷരങ്ങളുടെ വായനയാകരുത്, മറിച്ച് പ്രപഞ്ചത്തെ വായിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തത്തെ കുറിച്ച് ആലോചിക്കുവാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ നിങ്ങളുടെ വിരൽ തുമ്പുകൾ വരെ ശരിപ്പെടുത്തിയവൻ ആ റബ്ബാണ്. ലോകത്ത് മരിച്ചു പോയിട്ടുള്ള കോടാനുകോടി ആളുകളുണ്ട്, ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇനി വരാനിരിക്കുന്ന ഒരു തലമുറയുണ്ട്. ആ തലമുറയൊന്നും വിരൽ തുമ്പുകൾ ഒരുപോലെയല്ല, വിയർപ്പിന്റെ ഗന്ധം അത് ഒരുപോലെയല്ല. പ്രിയപ്പെട്ടവരെ, അതാണ് പറഞ്ഞത്. നമ്മുടെ ശരീരത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ആ ശരീരത്തിൽ നിന്ന് തലമുടി മുതൽ കാലിന്റെ അറ്റം വരെ ഒന്ന് നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ ആ റബ്ബിന്റെ സൃഷ്ടി വൈവിധ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ സാധിക്കുമെന്നാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇൻഫഅനി ബിമാ അല്ലംതനി വഅല്ലംനി ബിമാ യൻഫഅനി വസ്ദിനി ഇൽമാ. നാം തുർമുദി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അല്ലാഹുവേ ഇൻഫഅനി ബിമാ അല്ലംതനി, നീ എനിക്ക് പഠിപ്പിച്ചു തന്നതുകൊണ്ട് അല്ലാഹുവേ നീ എനിക്ക് ഉപകാരം ചെയ്യണമേ എന്നാണ്. ഉപകാരം ചെയ്യണം. വഅല്ലിംനി മാ യൻഫഅനി, അല്ലാഹുവേ ഉപകാരപ്പെടുന്നത് നീ എനിക്ക് പഠിപ്പിച്ചു തരണമേ എന്ന. ഒരുപാട് പഠിച്ചിട്ടല്ല, നമുക്ക് പഠിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉപകാരം നേടാനെന്ന അറിവ് പടച്ചോനെ നീ എനിക്ക് നൽകണം എന്നുള്ള പ്രാർത്ഥന. വീണ്ടും പടച്ച അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുന്നത് പടച്ചോനെ അറിവിനെ, ഉപകാരപ്രദമായ അറിവിനെ
ഉപകാരപ്പെടുന്ന ഏതൊക്കെ ഇഹലോകത്തും പരലോകത്തും ഖബറിലുമൊക്കെ തനിക്ക് ഉപകാരപ്പെടുന്ന അറിവിനെ നാഥാ നീ എനിക്ക് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, ഒരുപാട് പഠിച്ചു എന്നതിലല്ല, ഒരുപാട് വായിച്ചു എന്നതിലല്ല, നമ്മൾ വായിച്ചിട്ടുള്ള, നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള, നമ്മൾ അറിഞ്ഞിട്ടുള്ള, നമ്മൾ മനനം ചെയ്തിട്ടുള്ള ആ ഒരു സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ ഉൾക്കൊള്ളുകയും അതുപോലെ തന്നെ അതിലൂടെ പ്രപഞ്ചനാഥനെ കണ്ടെത്തുകയും അത് ബാക്കിയുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം പ്രിയപ്പെട്ടവരെ ഓരോ വിശ്വാസിക്കുമുണ്ട്. റഹ്മാനും റഹീമുമായ തമ്പുരാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, തഖ്വയുള്ളവരായി കൊണ്ട് ജീവിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന